നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. മക്കളെ, അതിന് വേണ്ടിയിട്ട് ഞാൻ 600 ഗ്രാം ബീഫ് ഇറച്ചി എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിതാ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഇറച്ചിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മക്കളെ, എല്ലുള്ള ഇറച്ചിയാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലില്ലാത്ത ഇറച്ചിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നുകൂടി നല്ലത് എല്ലുള്ള ഇറച്ചി കേട്ടോ. ഈ ഇറച്ചിയുടെ ഒപ്പം തന്നെ ഒരു മീഡിയം സൈസിൽ വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക, എന്ന് വെച്ചാൽ വലിയ ജീരകം. ഇനി ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. നന്നായിട്ടിങ്ങനെ ഒന്ന് നിരടി മിക്സാക്കണേ. ഈ മസാലയും ഉള്ളിയും എല്ലാം പാടെ മിക്സാവണത് പോലെ രീതിയിൽ മിക്സാക്കി എടുക്കണം. ഇത് കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് ഇളക്കി ഇപ്പോൾ ഉള്ളിയും മസാലകളും എല്ലാം ഇറച്ചിയിൽ പിടിക്കുന്ന രീതിയിൽ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറച്ചിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ. നമ്മൾ വേവിക്കുമ്പോൾ ഇച്ചിരി അടിയിലെല്ലാം പിടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മക്കളെ, ഇത് നമുക്കിനി ഒരു 6-7 വിസിൽ വരുന്നവരെ വേവിക്കാം. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടി വേവിക്കുക. അതെന്താണെന്ന് ചോദിച്ചാൽ ഓരോരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന ബീഫിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും, വേവിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അങ്ങനെ മക്കളെ, നമ്മളെ ബീഫൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരിച്ചിരി വെള്ളം നനവൊക്കെ ഉണ്ട്. അത് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതങ്ങ് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും മക്കളെ, നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. മക്കളെ, ഇത് ഇടുമ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന കരിഞ്ഞു പോകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 കഷ്ണം ചെറിയ പട്ട ഇട്ട് കൊടുക്കാം, കറുകപ്പട്ട. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 3 ടീസ്പൂണ് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് ഞാനിവിടെ 2 മീഡിയം സൈസിൽ വലിയ ഉള്ളി നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. മക്കളെ, നമ്മുടെ ഉള്ളിയൊക്കെ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി കുഞ്ഞേതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഇനി വെന്ത് ഇതിൽ ഉടഞ്ഞു വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചിയിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ വേവിച്ചത്, അതാണ് മസാലയ്ക്ക് മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് ഇളക്കി മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. മക്കളെ, നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ നമ്മൾ വേവിച്ച് കൊണ്ടുവന്ന ബീഫ് ഇതിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ ഇറച്ചി വേവിക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇറച്ചി വരികയാണെങ്കിൽ കുക്കറിൽ ലേശം വെള്ളം ഒഴിച്ച് അതിൻ്റെ മസാല കഴുകി ഇതിൽ ഒഴിച്ചിട്ട് ഇതേപോലെ വറ്റിച്ച് ഇളക്കി എടുത്താൽ മതി. അപ്പം നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ആവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് 2 മിനിറ്റ് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഇറച്ചി മസാലയിലിട്ടിട്ട് ശരിക്കും ഒരു 2-3 മിനിറ്റ് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വേണം ഇളക്കിയെടുക്കാൻ. അപ്പോഴാണ് ആ മസാലയും നമ്മൾ എണ്ണ ഒഴിച്ച് തൂമിച്ചതൊക്കെ അതിൽ പിടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വിളമ്പി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം മക്കളെ, ഇതേപോലത്തെ റോസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.